ബാക്കി ആസൂത്രണ ബോർഡിൽ ഒരു 1ാം റാങ്കുകാരൻ വന്നതും ഒരു തലപ്പത്തിരുന്ന ഒരു പദവിയിലേക്ക് എത്തിയതുമൊക്കെ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്തയാണ്. അതായത് 58 മാർക്കിൻ്റെ ചോദ്യം ഒഴിവാക്കുന്നു, 10 ചോദ്യങ്ങൾ ഒഴിവാക്കുന്നു. അതായത് പുള്ളിക്ക് തെറ്റിയതൊക്കെ മാറ്റിവെക്കുകയാണ്, ചോദ്യം ഇല്ലാതെ റാങ്ക് ഇടുന്നു. അത് വലിയ വിവാദമാകുന്നു. മറ്റൊരു റാങ്കുകാരൻ അത് പരാതിയാക്കുന്നു. അങ്ങനെ ഇപ്പോൾ വലിയ അന്വേഷണം നടക്കുകയാണ്. അത് ക്രമക്കേടാണെന്ന് വ്യക്തമായി, വലിയ ക്രമക്കേടാണ്. പക്ഷേ സത്യം പറയല്ലേ, എനിക്കിതിൽ ഒരു അതിശയവും തോന്നുന്നില്ല. കാരണം നമ്മൾ ഈ പിണറായി സർക്കാരിന്റെ കാലത്തൊക്കെ ഒരുപാട് കണ്ടതാണ്. യൂണിവേഴ്സിറ്റിയിലെ കത്തിക്കുത്തുകാർ ശിവരഞ്ജിത്തും നസീമും അല്ലേ, അതിനുശേഷം ജയിലിലിരുത്തി പരീക്ഷ എഴുതിപ്പിച്ചപ്പോൾ 0 മാർക്ക്. അത്ര അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചരിത്രമൊക്കെ അത് പഴയ ചരിത്രം എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങളാണ് വലിയൊരു പ്രശ്നമാണ്. കാരണം രാത്രി ഉറക്കമിളഞ്ഞ് പഠിച്ച് ആവർത്തിച്ച് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ വന്ന് ഒരു ജീവിതമാണ്. അതായത് ജീവിതത്തിന് വലിയൊരു ഭാഗം തന്നെ അവർ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു വിശ്വാസമാണ്, ഏറ്റവും കൂടുതൽ PSC ജോലി നേടുന്നത് പെൺകുട്ടികളാണ്. അതിന് കാരണമുണ്ട്. ഈ സ്വർണ്ണവില ഇങ്ങനെ ക്രമാതീതം, അത് പലരും പറഞ്ഞു കേട്ടൊരു കാര്യം കേട്ടോ, സ്വർണ്ണവില ഇങ്ങനെ ക്രമാതീതമായി ഉയർന്നു പോകുന്ന കാരണത്താൽ വിവാഹത്തിന് സ്ത്രീധനം ചോദിപ്പ് കൂടുതലാണല്ലോ. അല്ല, കാര്യമായിട്ട് വലിയൊരു തെറ്റാണ്. ആ തെറ്റിനെ മറികടക്കാൻ പെൺകുട്ടികൾ സ്വയം എടുത്ത തീരുമാനമാണ്. ഞങ്ങൾക്ക് ജോലിയുണ്ട്, വേണമെങ്കിൽ വന്ന് കല്യാണത്തിന് തയ്യാറായിക്കോ എന്നൊരു മറുപടിയായിരുന്നു. അപ്പോൾ എന്തോരം കഷ്ടപ്പാടാണ് ആ കുട്ടികളുടേത്. അവർ മറ്റു കാര്യങ്ങളൊക്കെ ഈ യൗവനകാലത്ത് അവരുടെ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരുപക്ഷെ പഠിക്കുക. അതിന് ഈ PSC പഠിക്കുന്നവർ അതിന് അഡിക്റ്റാണ്. പിന്നെ ആ പഠിച്ച് ഒരേ സമയം കുറേ ലിസ്റ്റിലൊക്കെ വരുമെന്ന പ്രതീക്ഷയുണ്ടാവും, അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ വരും. ആ ജോലി കിട്ടുമെന്ന് ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ മറ്റൊരാൾ കയറി വരികയാണ്. അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ ഈ നിമിഷം പുള്ളിക്കാരിയാണ് ഓർക്കുന്നത്, അതായത് പേര് പറയുന്നില്ല. അപ്പോൾ അധ്യാപികയാണ്, റാങ്ക് ലിസ്റ്റിൽ ആദ്യം 5 റാങ്കിനുള്ളിൽ ഇടം പിടിച്ചു. പക്ഷേ ആ സമയത്ത് എന്താണ്, സുഹൃത്തുക്കളോട് പറയുന്നു, കുടുംബക്കാരോട് പറയുന്നു, എനിക്ക് ജോലി കിട്ടാൻ പോകുന്നു, വലിയ സന്തോഷമാണ്. പക്ഷേ ഒരുപാട് നാൾ കഴിഞ്ഞു സെക്രട്ടേറിയറ്റ് പഠിക്കൽ പോയി ഉരുളേണ്ട അവസ്ഥ വന്നു. ഒരു ജോലി മാത്രമാണോ, മുട്ടിലിഴഞ്ഞു, മുടി മുറിച്ചു, എന്തൊരു കഷ്ടമാണ്. കഴിക്കുകയാണ്. എന്നിട്ട് രക്ഷയുണ്ടോ എന്നുള്ളതാണ് അവരുടെ സമരം ഇന്നും തുടരുന്നു. അതായത് നമ്മുടെ പ്രതീക്ഷ, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പുതിയ തലമുറയെ കുറിച്ചാണ്. ആ തലമുറയെ അക്ഷരാർത്ഥത്തിൽ പറ്റിക്കുന്ന സംവിധാനമായി PSC മാറുന്നു എന്നാണ് ഓരോ കാഴ്ചകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ആ വാർത്തയിലേക്ക് പോകാം. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ നിയമന ക്രമക്കേടിൽ PSC ചെയർമാന് പിന്നാലെ കൂടുതൽ അംഗങ്ങളെയും നിരീക്ഷണത്തിലാക്കി ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം. ചീഫ് തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ അഭിമുഖം നടത്തിയവരുടെ വിശദമായ വിവരങ്ങൾ ഉടൻ കൈമാറണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് വീണ്ടും PSCക്ക് കത്ത് നൽകി. 1ാം റാങ്കുകാരന്റെ മൊഴിയിൽ അവ്യക്തതയുണ്ട് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തി. അതായത് ഈ 1ാം റാങ്കുകാരൻ ഇത്തരത്തിൽ 1ാം റാങ്കുകാരനാകണമെങ്കിൽ ഉറപ്പായും ചെയർമാന് മാത്രം പങ്കുണ്ടായ പോരാ, അല്ലേ? അല്ല, എല്ലാവരും അറിയും, ചെയർമാൻ ഒപ്പിടണം. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ മുൻ PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ നമ്മളോട് തന്നെ പറഞ്ഞാണ്, പ്രൊസീജിയർ ഉണ്ട്. അതായത് അവിടെ സെക്രട്ടറി ഉണ്ടാകണം, എന്താണ് ചെയർമാൻ ഉണ്ടാകണം, ഇവരുടെ ഒപ്പ് വേണം. ഉത്തരക്കടലാസ് പബ്ലിഷ് ചെയ്യും. ആ ഉത്തരങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അവർ അവതരിപ്പിക്കും. ആ പരാതി നൽകുന്നത് അവർ പരിഗണിച്ച് അതിൽ ശരിയുണ്ടെന്ന് കണ്ടാൽ അതിൽ റിപ്പോർട്ട് തയ്യാറാക്കി PSC ചെയർമാൻ അത് കൈമാറും. PSC ചെയർമാൻ ഒപ്പിട്ടാലാണ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ PSCയിൽ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമത്തിന്റെ അങ്ങേയറ്റത്തിരിക്കുന്നത്, അത് അന്തിമ വാക്കായിരിക്കുന്ന PSC ചെയർമാനാണ്. PSC ചെയർമാൻ അറിയാതെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക? അതെ, ഞാനത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളി ആ കസേരയിൽ ഇരിക്കാൻ അർഹനല്ല എന്നുള്ളതാണ്. നമുക്ക് ശ്യാമപ്രസാദിനോട് തന്നെ വാർത്തയുടെ വിശദാംശങ്ങൾ ചോദിക്കാം. ശ്യാമ, അതാണ് ചെയർമാൻ ഒപ്പ് വയ്ക്കണം. നമ്മളോട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ KS രാധാകൃഷ്ണൻ പറഞ്ഞത്. അതായത് ചെയർമാൻ ഒപ്പ് വയ്ക്കണം, സെക്രട്ടറി ഒപ്പ് വയ്ക്കണം, അങ്ങനെ കൃത്യമായ നിരീക്ഷണം ഈ വിഷയത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ ഇവരുടെ എല്ലാ പങ്ക് അന്വേഷണ വിധേയമാവുകയും വേണം, അല്ലേ? ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, ഒരു സമഗ്രമായ അന്വേഷണം, കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ സമഗ്രമായ അന്വേഷണം നടത്തിയാൽ പുറത്തു വരുന്നത് കേരളം ഞെട്ടുന്ന കാര്യങ്ങളായിരിക്കുമെന്നാണ് വിദ്യാഭ്യാസ രംഗത്തെ, തൊഴിൽ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ശ്യാമപ്രസാദിലേക്ക് പോകാം. ശ്യാമപ്രസാദ്, ചെയർമാൻ കുടുക്കിലാണ്, ഇനി PSC അംഗങ്ങളെ നോക്കണം. അപ്പോൾ ശരിയായ വഴിയിലാണോ ക്രൈംബ്രാഞ്ച്? രാഖി കൃഷ്ണരാജ്, തുടക്കം തന്നെ നിങ്ങൾ പറഞ്ഞ വിശകലനങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. പ്രധാനമായും ഇപ്പോഴുള്ള സാമൂഹിക പശ്ചാത്തലത്തിലെല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം ശരിയാണ്. എന്തായാലും ഇനി PSC ഈ ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ പരീക്ഷാ നിയമന ക്രമക്കേടിലേക്ക് വരുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും
PSC ആസ്ഥാനത്തെത്തി കത്ത് നൽകി. ഈ കത്തിൽ പറയുന്നത് പ്രധാനമായും നിലവിൽ ഉണ്ടായിരുന്ന, അതായത് ഈ അഭിമുഖം നടത്തിയ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ പേര് വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു ഈ കത്ത് ക്രൈംബ്രാഞ്ച് നൽകിയിരുന്നത്. ഇത് നേരത്തെയും, അതായത് ഒരു മാസം മുൻപും ഈ കത്ത് നൽകിയിരുന്നു. അന്ന് PSC ഇതിന് അനുഭാവപൂർവമായ ഒരു നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇത്തരത്തിലൊരു വിവരങ്ങൾ കൈമാറാൻ കഴിയില്ല, ഇതിന് രഹസ്യ സ്വഭാവം ഉണ്ടെന്നായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചത്. പിന്നീടും ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ വിവരങ്ങൾ, അതായത് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ അടക്കം വിവരങ്ങൾ കൈമാറിയേ പറ്റൂ എന്നുള്ളൊരു വാശി പിടിക്കുകയും ചെയ്തു. അങ്ങനെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ പ്രത്യേക സംഘത്തലവൻ കൂടിയായ അജിത ബിഗം എത്തുകയും നേരിട്ടെത്തിയാണ് ഈ കൈത്തെ കൈമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ പേര് വിവരങ്ങൾ കൂടി നൽകാൻ PSC ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും നിലവിൽ ഈ PSC അംഗങ്ങൾ കൂടി ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണ ഫലത്തിൽ വരികയാണ്. പ്രധാനമായും നേരത്തെ തന്നെ PSC ചെയർമാൻ MR ബൈജു അടക്കമുള്ളവർ സംശയത്തിൻ്റെ നിഴലിലാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി 2 ബോർഡ് അംഗങ്ങൾ കൂടി ഈ സംശയത്തിൻ്റെ പട്ടികയിലേക്ക് വന്നു. അതിന് പിന്നാലെയാണ് കൂടുതൽ ബോർഡ് അംഗങ്ങളിലേക്ക് കൂടി ഈ സംശയത്തിൻ്റെ നിഴൽ വീഴുകയാണ്. കാരണം പ്രധാനമായും ചോദ്യക്കടലാസും മൂല്യനിർണ്ണയവും അടക്കം നടത്തുന്ന അധ്യാപകരുണ്ട്. ആ അധ്യാപകരുടെ പേര് വിവരങ്ങൾ തുടക്കത്തിൽ നൽകാൻ വിസമ്മതിച്ചിരുന്ന PSC വീണ്ടും ശക്തമായി ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോയ സാഹചര്യത്തിൽ തന്നേ പറ്റുമെന്നുള്ളൊരു നിലപാടെടുത്തതുകൂടി തന്നെയാണ് PSC ഇപ്പോൾ നൽകാൻ നിർബന്ധിതരായിരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും ഇടതനുകൂല സർവീസ് സംഘടനയിൽപ്പെട്ട നേതാവ് കൂടിയായ അരുൺ ജെ പ്രതാപിൻ്റെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം അരുൺ ജെ പ്രതാപിനെ വിളിച്ചു വരുത്തി നോട്ടീസ് നൽകി ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ചില സംശയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മൊഴിയെന്ന് പറയുന്നത് അരുണിനോട് ഈ അന്വേഷണ സംഘം, പ്രത്യേക സംഘം ഒരു കാര്യം ചോദിച്ചു. അതായത് നിലവിൽ ഈ PSC ചെയർമാൻ ഈ ഒരു അഭിമുഖത്തിനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അഭിമുഖത്തിന് PSC ചെയർമാൻ ഉണ്ടായിരുന്നതായി തനിക്കറിയില്ല എന്നൊരു മറുപടിയാണ് അരുൺ ജെ പ്രതാപൻ നൽകിയത്. ഇത് തികച്ചും ഒരു സംശയത്തിനിടയാക്കിയിരുന്നു. പ്രധാനമായും വലിയൊരു തസ്തികയിൽ ഇരുന്ന ശേഷമാണ് ഇത്തരത്തിൽ ഈ ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്കുള്ള ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഈ ഉദ്യോഗാർത്ഥിയായി എത്തുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് PSC ചെയർമാനെ അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നുള്ളൊരു ന്യായം, അത് അക്ഷരാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ചിന് തന്നെ മുഖവിലേക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇടതനുകൂല സർവീസ് സംഘടനയിൽപ്പെട്ട ഈ 1ാം റാങ്കുകാരൻ്റെ മൊഴിയിൽ അവ്യക്തത ഉണ്ടെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംശയിക്കുകയും ചെയ്യുന്നത്. 2024 മെയ് 11 PSC ചെയർമാൻ MR ബൈജുവിൻ്റെ ക്യാബിനിൽ ഇതിനായിട്ടുള്ള പ്രത്യേക അഭിമുഖം നടന്ന ദിവസം. അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഒരു PSC ചെയർമാൻ ഉണ്ടായിരുന്നതിൽ തനിക്കറിയില്ല എന്ന് പറയുന്ന അരുൺ ജെ പ്രതാപിൻ്റെ മൊഴി, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങളിലേക്ക് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം വിലയിരുത്തുകയും ചെയ്ത അരുൺ ജെ പ്രതാപിൻ്റെ സാന്നിധ്യം. ഒപ്പം തന്നെ ഇതിനൊത്താശ പിടിച്ച ഉദ്യോഗസ്ഥരുടെയും ബോർഡ് അംഗങ്ങൾ കൂടിയുണ്ടെങ്കിൽ അവരും കൂടിയാണ് ഇനി വരും ദിവസങ്ങളിൽ ചോദ്യമുനയിലേക്ക് വരികയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ തന്നെ 90ഓളം പരാതികൾ PSCയുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തു. ഇതും അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കേസ് നടപടികളിലേക്കും ക്രൈംബ്രാഞ്ച് സംഘം പോകുകയും ചെയ്യും. കൃഷ്ണരാജ്, രാഖി. ശരി ശ്യാം, എന്തായാലും PSC ചെയർമാൻ മാത്രമല്ല മറ്റ് അംഗങ്ങൾ കൂടി നിരീക്ഷണ വലയത്തിലാവുകയാണ്.